ശ്രീമന്നാരായണീയം ദശകം 21 നവവർഷങ്ങളും സപ്തദ്വീപാദികളും. ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. വർഷം ഹിരൺമയ സമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മഠകാമഠാംഗം സംസേവദേ പിതൃഗണ പ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഇളാവൃതത്തിന്റെ നേരെ വടക്കുഭാഗത്തുള്ള മനോഹരമായ രമ്യകം എന്നുപേരുള്ള ഭൂഖണ്ഡത്തില് മത്സ്യാവതാരമൂർത്തിയായ ഭക്തവത്സലനായ ഭഗവാനെ ഞാൻ ഭജിച്ചുകൊള്ളുന്നു എന്ന് മേൽപ്പുത്തൂര് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നത്. ഔത്തരാഹം. ഇനി രമ്യക വർഷത്തിന്റെ തൊട്ട് വടക്കുള്ളതും ഹിരൺമയ സമാഹ്വയം എന്ന് പേരുള്ള ഹിരൺമയം എന്ന് പേരുള്ളതുമായ വർഷം ഭൂഖണ്ഡത്തില് ആസീനം വസിക്കുന്നവനായ അദ്രി പർവ്വതത്തെ, അതായത് മന്ദര പർവ്വതത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ മന്ദര പർവ്വതത്തെ ധരിക്കുന്ന ആ മന്ദര പർവ്വതത്തെ ധരിക്കുന്ന ആ പൊക്കിയെടുക്കുന്ന കാമഠാംഗം. കമഠം എന്ന് പറഞ്ഞാൽ ഇവിടെ ആമയാണ്. അപ്പൊ ആ പൊക്കിയെടുക്കുന്നതില് കാമഠാംഗം, ആ സാമർഥ്യം കാട്ടിയ കാമഠാംഗം, കൂർമ്മ ശരീരമുള്ളവനായ പിതൃഗണപ്രവര, പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ അര്യമാവ്. യം എന്ന് പറഞ്ഞാൽ ആരെയാണോ എന്നുള്ള അർത്ഥം. ശ്രേഷ്ഠനായ അര്യമാവ് സംസേവതേ, സേവിക്കുന്നത്. ആരെയാണോ സേവിക്കുന്നത്? പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായിട്ടുള്ള അര്യമാവ് ആരെയാണോ ഇവിടെ സേവിക്കുന്നത്? ഇനി തം ത്വാം, ആ അങ്ങയെ പരചിന്മയാത്മൻ, പരമാർത്ഥ ജ്ഞാന സ്വരൂപനായിട്ടുള്ള ഭഗവാനെ ഭജാമി, ഞാൻ ഭജിച്ചുകൊള്ളുന്നു. രമ്യക വർഷത്തിന്റെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു രമ്യകം എന്നു പേരുള്ള ഭൂഖണ്ഡം. ആ ഭൂഖണ്ഡത്തിന്റെ തൊട്ടു വടക്ക് ഭാഗത്തുള്ള ഹിരൺമയം എന്നു പേരുള്ള ആ ഭൂഖണ്ഡത്തില് വസിക്കുന്നവനായ, മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്നതിൽ സാമർഥ്യം കാട്ടിയ ആ ആമയുടെ ശരീരമുള്ളവനായ ഭഗവാനെ, ഗുരുവായൂരപ്പ അങ്ങയെ, പിതൃക്കളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനായ അര്യമാവാണ് അവിടെ സേവിക്കുന്നത്. പരമാർത്ഥ ജ്ഞാന സ്വരൂപനായിട്ടുള്ള ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള അര്യമാവിനാൽ സേവിക്കപ്പെടുന്നവനായിട്ടുള്ള ഭഗവാനെ, അങ്ങയെ ഞാൻ ഭജിച്ചു കൊള്ളുന്നു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.